السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: العلم حياة الإسلام وعماد الدين. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഈ നാട്ടിലെ ഉമറാക്കളെ, അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, നമ്മുടെ ഈ മദ്രസയുടെ മുകൾ ഭാഗം ഒന്നാം നിലയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിൽ സുദീർഘമായി ഞാനൊന്നും ഇപ്പോൾ പ്രസംഗിക്കുന്നില്ല. മണ്ണാർക്കാടത്തിൽ വളരെ നിർബന്ധമുള്ള ഇതായതുകൊണ്ട് ഞാൻ രണ്ടു വാക്ക് പറഞ്ഞ് പോവുകയാണ്. അതാണ് സ്വാഗത ഭാഷണമടക്കം പിന്തിച്ചു വെച്ചത്. നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളൊക്കെ നൽകാൻ ഇവിടെ നമ്മുടെ ദുൽഹാം സഖാഫി ഉണ്ട്. എന്ന് പറയുന്നത് അതിന്റെ ഗുണ നിലവാരം നമുക്കറിയണമെങ്കിൽ ഇതില്ലാത്ത രാജ്യങ്ങളിൽ നാം ഒന്ന് പര്യടനം നടത്തിയാൽ മദ്രസ കൊണ്ടുള്ള നേട്ടവും ഗുണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിന്റെ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഇന്ന് നാം ചെന്ന് നോക്കിയാൽ ഇസ്ലാമികമായ സംസ്കാരം എന്നല്ല, മനുഷ്യ സംസ്കാരം തന്നെ ഇപ്പോൾ വരുന്ന ഈ തലമുറയിൽ കാണുക സാധ്യമല്ല. പരിശുദ്ധ ഇസ്ലാം അവതരിച്ച രാജ്യം ആണ് മക്കയും മദീനയും പരിസര പ്രദേശങ്ങളൊക്കെ എങ്കിൽ അവിടെയൊക്കെ ജോലി ചെയ്യുന്നവരോട് അന്വേഷിച്ചാൽ, അതല്ലെങ്കിൽ വിസിറ്റ് വിസിക്കോ മറ്റോ പോയി അവിടെ നിന്ന് പര്യടനം നടത്തുന്നവർക്കൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും, വളർന്നു വരുന്ന ഈ തലമുറക്ക് മനുഷ്യ സംസ്കാരം തന്നെ ഇല്ലാതായിരിക്കുന്നു. കെട്ട കോഴിമുട്ട കൊണ്ട് എറിയുന്ന നിരപരാധികളായ ആരെങ്കിലും പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ഇസ്ലാമിന്റെ ശിആറുള്ള ആളുകൾ നടന്നു പോകുമ്പോൾ ആ കുട്ടികൾ കെട്ട കോഴിമുട്ട കൊണ്ട്, ചീഞ്ഞ തക്കാളി കൊണ്ട് ഒക്കെ എറിയുന്നത് നാം കാണുന്നു. എവിടെ? ഇസ്ലാമിന്റെ രാജ്യം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ വരെ. എന്താണ് ഇതിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, ദീനിയായ അറിവ് പകർന്നു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കാലാന്തരത്തിൽ ഇല്ലാതെ പോയി. പണ്ടുകാലങ്ങൾ വലിയ വലിയ ഇമാമുകളും മഹത്തുക്കളും ജീവിച്ച ആ രാജ്യത്ത്, അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ന് നാം കാണുന്നത്, കാലം പിന്നിട്ട് വന്നപ്പോൾ ഭൗതികത കൂടി വന്ന് ദീനിയായ അറിവുകൾ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അടുത്ത ഭാവിയിൽ നമുക്കും അത് വരുമോ എന്ന് നാം ഭയപ്പെടുകയാണ്. കാരണം എല്ലാവർക്കും ഇന്ന് താൽപര്യം ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ എന്റെ കുട്ടി നന്നായി വരണം എന്നതാണ്. എന്നാൽ അതോടൊപ്പം ദീനിയായ അറിവും തന്റെ ഇടവും സംസ്കാരവും എന്റെ കുട്ടിയിൽ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നവർ നന്നേ കുറയും. അതുകൊണ്ടല്ലേ നമുക്ക് കാണാൻ കഴിയില്ലേ, സ്കൂളിൽ പോകുമ്പോ സ്കൂളിന്റെ ഒരു സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മദ്രസയിൽ നിന്ന് നേരത്തെ തന്നെ കുട്ടികൾ പോകേണ്ടി വരികയാണ്. ഇതിപ്പോ എന്തായി മാറി? എന്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന അന്ന് ഞങ്ങളുടെ നാട്ടിലെ മദ്രസയിൽ 9:45 വരെ മദ്രസ നടക്കും. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന മദ്രസ 9:45 വരെ നടക്കും. അപ്പൊ 2.25 മണിക്കൂർ ഒരു ഉസ്താദിന്റെ
അല്ലെങ്കിൽ ഉസ്താദുമാരുടെ അരികിൽ ഈ കുട്ടി തളച്ചിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് 2 പീരീഡ് കഴിഞ്ഞാൽ ഒന്ന് മൂത്രമൊഴിക്കാൻ വിടും. ഇന്ന് അത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അതിങ്ങനെ തേഞ്ഞ് 9:45 9:30 വിടലായി, പിന്നെ അത് 9 മണിക്ക് തന്നെ വിടലായി, പിന്നെ അത് 8:30 വിടലായി, 8 മണിക്ക് വിടലായി. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ 6 മണിക്ക് തുടങ്ങി 7 മണിക്ക് 1 മണിക്കൂർ നേരം അവിടെയും വരെ എത്തി. കുറച്ച് തെക്ക് ഭാഗത്ത് ചെന്ന് നോക്കുമ്പോ അത് എവിടെ എത്തിയിരിക്കുന്നത്? അത് അവിടെ ആദ്യം തന്നെ 8 മണി വരെ മദ്രസ ഉണ്ടായിരുന്നുള്ളൂ ഉള്ള സ്ഥലത്ത്. എന്നാൽ ഇപ്പൊ അത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ സ്കൂളില്ലാത്ത ആഴ്ചയിൽ 2 ദിവസത്തെ മദ്രസ മാത്രം. അപ്പോൾ ആഴ്ചയിൽ കുട്ടിക്ക് ദീനിയായ അറിവ് കിട്ടുന്നത് 2 ദിവസമാണ്. സ്കൂളില്ലാത്ത ആളുകൾ സ്കൂളിന് യാതൊരു പോർലും കേൾക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തെ പറ്റി അവഗണിക്കല്ല. പക്ഷേ നമ്മുടെ ഈ ഭൗതികത്തിന്റെ പിന്നാലെയുള്ള പോക്ക് എവിടം വരെ നാം എത്തും? നാം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ഈ മദ്രസയെ സംബന്ധിച്ച് ഇന്ന് അവഗണിക്കപ്പെട്ട് വന്ന് ചിലയിടത്തൊക്കെ മദ്രസ നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തി. കാരണം കുട്ടികൾ മുഴുവൻ എന്നാ പിന്നെ രണ്ടും കൂടി ഒന്നിച്ചു പഠിക്കുന്ന രീതിയിൽ ആയിക്കോട്ടെ എന്ന നിലക്ക് ഇംഗ്ലീഷ് മീഡിയങ്ങൾ കൂടുതൽ വന്നു. ആ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കുട്ടികളെ അയക്കുന്ന രീതിയും വന്നു. ഇത് മദ്രസക്ക് ക്ഷീണമേൽപ്പിക്കുന്നു. ഞാൻ തന്നെ ഒക്കെ നടത്തുന്നുണ്ട്, എന്നല്ല പറയുന്നത്, എല്ലാവരും നടത്തുന്നുണ്ട്. നടത്തേണ്ട അവസ്ഥയിലേക്ക് നാം എത്തുകയാണ്, നടത്തേണ്ടി വരികയാണ്. ചുറ്റുപാടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമായി ഒതുങ്ങി കുട്ടിയുടെ എല്ലാ പഠനവും. അപ്പോ ഒന്നിച്ചൊരു സമയം മദ്രസ കിട്ടുന്നില്ല. പല പീരീഡുകളിൽ പലതും നടക്കുന്ന കൂട്ടത്തിൽ ഒരു 2 പീരീഡ് മദ്രസയിൽ നടക്കും, 2 സമയത്തായിട്ട്. അപ്പോൾ ഉസ്താദിന്റെ അരികിൽ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉള്ള സമയം ഒന്നിച്ച് കിട്ടി. ഇസ്ലാമിന്റേതായ ഒരു സംസ്കാരം ഈ കുട്ടിയിൽ പകർന്നു കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല. ഇതെവിടത്തേക്കെത്തും? ദീൻ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്കെത്തും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അൽ ഇൽമു എന്ന് പറഞ്ഞ എല്ലാ ഇൽമു എന്നല്ല. അൽ ഇൽമ എന്ന അലിഫ്ലാമ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ഒരറിവുണ്ട്. ആ അറിവാണ് അൽ ഉലൂമുദ്ദീനിയ എന്ന് പറയുന്ന അറിവ്. ദീനിയായ അറിവ് 2 തരത്തിലെ അറിവ്. ഒന്ന് ഭൗതികമായ അറിവ്. ആ അറിവിന്റെ ഗുണം ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കതിന്റെ ഗുണം എടുക്കാം. ഭൗതിക ലോകത്തോട് നാം വിട പറഞ്ഞാൽ പിന്നെ ആ ഇൽമിന്റെ യാതൊരു ഗുണം മിസ്കാല് ദർത്ത് നമുക്ക് കിട്ടില്ല. അപ്പൊ വളരെ നൈമിഷികമായ സമയം ഇവിടെ ജീവിക്കുമ്പോൾ ആ ജീവിതം സുഭിക്ഷമാകണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ തന്നെ എന്റെ ദർശനം വെക്കുന്ന പഠിച്ചിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ പഠനമൊക്കെ നല്ല ഉഷാറുള്ള കുട്ടിയായിരുന്നു. കുറെ മുമ്പാ, ഞാൻ തലക്കടത്തൂർ നിൽക്കുന്ന കാലത്താ. അപ്പൊ ആ കുട്ടി SSLC പരീക്ഷയിൽ നേരത്തെ മാർക്ക് കുറഞ്ഞ് തോറ്റപ്പോ അന്നങ്ങനെ ദർസിൽ വന്ന് ചേർന്നതായിരുന്നു. ശേഷം 2ാമത് ആ വിഷയത്തിൽ പരീക്ഷക്കരുന്ന് വിജയിച്ചു. അപ്പൊ ഈ പിതാവ് വന്നിരിക്കുന്നു എന്റെ അരികുന്ന കുട്ടിനെ വെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി, വീണ്ടും തുറന്ന് പഠിക്കാൻ. ഞാൻ എതിരില്ല. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ 3 മക്കൾ ഗൾഫിലുണ്ടല്ലോ, അപ്പൊ ദുന്യാവിനിപ്പോ നല്ല സുഖമായി നിങ്ങൾക്ക് ഇപ്പൊ കഴിയുന്നുണ്ട്. ഒരു മകൻ നിങ്ങളെ ആഖിറത്തിന് വേണ്ടി ദീനിയായ അറിവ് പഠിക്കട്ടെ. നമുക്ക് മരിച്ചെന്നാൽ ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതമാണല്ലോ അനന്തമായ ജീവിതം. ഈ ജീവിതത്തിന് കണക്കില്ലേ? അപ്പൊ അയാളോട് പ്രതീക്ഷിച്ച ഒരു 10-20 വയസ്സുള്ള വയസ്സനാ. ഉസ്താദെ ആഖിറത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലം കഴിയണം? ദുന്യാവെന്ന് കഴിഞ്ഞിട്ട് കൊണ്ടേ പോകാന്. മരിക്കോളം ദുന്യാവിൽ ജീവിക്കേണ്ട, അതിൻ്റെത് ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് പിന്നെ ആഖിറത്തിന്റെ കാര്യം കുറെ കഴിഞ്ഞിട്ടുള്ളതാ, പിന്നെ നോക്കാലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ വയസ്സന്റെ മനസ്സിൽ നോക്കിയെങ്കിൽ ഇത് ഏത് മനുഷ്യന്മാരുടെയും അവസ്ഥ, ഇന്നത്തെ അവസ്ഥ ഇതായി മാറിയിരിക്കുന്നു. ഉസ്താദുമാരെ കണ്ടാൽ ദ്വാരക്കാൻ പറയും. ദ്വാരക്കാൻ പറയാൻ ഒരുപാട് ആളുണ്ട്. ആഖിറത്തിന്റെ കാര്യത്തിൽ സലാമത്താകാൻ ദ്വാരക്കാൻ ഉറച്ച കുട്ടിയില്ല. ആഖിറത്ത് നന്നായി മരിക്കണം, അതിന് ഉസ്താദുകൾ ദ്വാരക്കാൻ പറഞ്ഞാൽ വളരെ തുച്ഛങ്ങളുണ്ടാവുള്ളൂ.
മറ്റു പറയുന്ന അപേക്ഷകർക്ക് മുഴുവനുള്ളത് ദുന്യാവിലെ കാര്യമാണ്. ഒരു സ്ഥലത്ത് ഞാൻ ഇതുപോലെ ദർസുൽഗാനത്തിന് പോയി. ദർസുൽഗാനത്തിന് ചെന്നപ്പോ അവർക്ക് 10 കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞ മുദരിസ് വന്നപ്പോ ഒരു കുട്ടിയുള്ളൂ. 10 കുട്ടികളുള്ളതെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഒരു കുട്ടിയെ അയാൾ കൂടെ ഉള്ളൂ. അപ്പൊ ഈ പ്രസിഡന്റ് വളരെ മോശമായി സംസാരിച്ചു. എനിക്കും വിഷമായി, ആ മുദരിസിനും വിഷമായി. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, തുടങ്ങുമ്പോൾ ഒരു കുട്ടിയെ വന്നിട്ടുണ്ടെങ്കിലും അയാൾ പറഞ്ഞ ബാക്കി കുട്ടികൾ വരുമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ സബൂറാകുക. ഞാൻ പറയുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പോവല്ലേ, എനിക്ക് വേണ്ടി ദ്വാരക്കിട്ടാണ്. അല്ലാഹു നമുക്ക് ദുനിയാവും ആഖിറത്തിനും ഖൈർ തരട്ടെ എന്ന് ഞാൻ ദ്വാരുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ആയത്താ ഞാൻ എന്റെ മലയാളത്തിലായിരുന്നേ ഉള്ളൂ. പക്ഷെ ഇയാൾ പറഞ്ഞു അങ്ങനെയൊന്നും ദ്വാരുന്നാ പോരാ, കാര്യമായി ദ്വാരക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇതിനെ കാര്യമായ വല്ല വിഷയവും ഉണ്ടോ ചോദിച്ചു. കാര്യമായി ദ്വാരക്കുന്നതോ കാര്യമായ എന്തൊരു വിഷയം വേണ്ടേ? ഉണ്ട്. അതെന്താ? പൊന്നാര ഉസ്താദെ, എനിക്ക് 75-76 വയസ്സാപ്പത്. എന്റെ ബാധ്യതയും കടപ്പാടൊക്കെ തീർന്നിക്കണം. ഒരു മോൻ പെണ്ണിട്ടുണ്ടായിരുന്നു, ഓൻ പെണ്ണും കിട്ടി. ഇനിയിപ്പോ ഉള്ളത് ഓൻ ഇവിടെ ഇങ്ങനെ തട്ടിത്തറഞ്ഞ് നടക്കുകയാണ്, ഓനും കൂടെ ഒന്ന് അക്കരെ കടന്നു കിട്ടണം. അപ്പൊ എന്താ പറഞ്ഞ അക്കരെ കിടക്കാരനെ നമുക്ക് മനസ്സിലായില്ലേ? ഗൾഫിലേക്ക് എത്തിക്കിട്ടണം. അപ്പൊ എത്ര ആൺകുട്ടികളുണ്ട് വാചേരെ? എനിക്ക് മൊത്തം 12 മക്കളാ. ഇതിൽ 11 ആൺകുട്ടികള്, ഒരു പെൺകുട്ടി. പെണ്ണിനെ കെട്ടിച്ചു, അൽഹംദുലില്ലാഹ് നല്ല സുഖാണ്. ഭർത്താവും ഗൾഫിലാണ്, 3 കുട്ടികളുണ്ട്, നല്ല റാഹത്താണ്, യാതൊരു പ്രശ്നമില്ല. ആൺകുട്ടികൾ എവിടെ? 10 ആളും ഗൾഫിലാണ്. ഇനി ഒരുത്താനപ്പോ ഇവിടെ ഞാൻ പറഞ്ഞ ഒരുത്താൻ അവിടെ ബാക്കിയുള്ളത്. ഓനും കൂടി അക്കരെ കടന്നിട്ട് അപ്പൊ എന്റെ എല്ലാ ഇതും തീർന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആചാര്യപ്പ എത്ര വയസ്സായി? 76-ാമത്തെ വയസ്സിലപ്പോ നിൽക്കുന്നത്. നിങ്ങളും ഇങ്ങനെയാണ് ചിന്തിച്ചത്. നിങ്ങളല്ലേ നേരത്തെ മുദരിസിന്റെ കൂടെ കുട്ടികളില്ലാത്തതിന് ഇത്രയും പറഞ്ഞത്? ഞാൻ കേട്ടു ആ പറഞ്ഞൊക്കെ. ഒരു മുദരിസിന്റെ കൂടെ പോകാൻ പറ്റുന്ന കേമമായ 10 കുട്ടികൾ നിങ്ങളിൽ തന്നെ ഇല്ലേ? എനിക്കാണെങ്കിൽ ഒരൊറ്റ ആൺകുട്ടിയില്ല. ഞാൻ ഇയാളോട് പറഞ്ഞു, എനിക്ക് 2 പെൺകുട്ടികളോട്. 11 ആമക്കളുള്ള നിങ്ങൾ തന്നെ 10 ആളെയും ഗൾഫിലേക്ക് വിട്ടു. ഇനി ഒരുത്തം പടുള്ളത് നിങ്ങൾക്കൊന്ന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കൂടി നിങ്ങൾക്ക് ആവശ്യമില്ല, അതും അക്കരെ കടന്നു കിട്ടണം. ഈ നിലക്ക് നമ്മൾ ചിന്തിച്ചാൽ എവിടെ എത്തും? അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ് മനുഷ്യന്മാരുടെ ഇന്നത്തെ നിലപാട്. അതുകൊണ്ട് ഭൗതികം നമുക്ക് ഭൗതിക ലോകത്ത് ആവശ്യമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ആഖിറത്തിനെ പുഷ്ടിപ്പെടുത്തുന്ന, നമുക്ക് ആഖിറം സലാമത്താകുന്ന ദീനിയായ അറിവുകൾ ഇല്ലാതെ പോയാൽ ദീൻ ചത്തുപോകും, മരിച്ചുപോകും. ഞാനിപ്പോ ഇന്നലെ ഉസ്ബെക്കിസ്ഥാനിൽ വന്നു 10 ദിവസത്തെ പര്യടനത്തിന് പോയതായിരുന്നു. ഏതാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്? അത് പണ്ട് കാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കപ്പെട്ടു. അതിൽപ്പെട്ടൊരു രാജ്യമാണ്. 8-10 രാഷ്ട്രങ്ങൾ കൂടിയതിന്റെ പേരായിരുന്നു അത്. പിന്നെ അതെല്ലാം തകർന്നപ്പോ ഓരോ രാഷ്ട്രങ്ങളും ഓരോരുത്തർക്ക് തന്നെ വിട്ടുകൊടുത്തു. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയവർക്ക് 1991 സ്വാതന്ത്ര്യം കിട്ടിയവരാണ് ഈ ഉസ്ബെക്കിസ്ഥാൻകാർ. ഏതാണ് ഈ സ്ഥലം? ആ സ്ഥലം ഇമാം ബുഖാരി അന്ത്യവിശ്രമം കൊള്ളുന്ന, ഇമാം ബുഖാരിക്ക് ജന്മം കൊടുത്ത ബുഖാറ എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടുന്ന രാജ്യമാണ്. സ്വന്തം രാജ്യമായ ബുഖാറയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ആ നാട്ടുകാരിൽ നിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം, എല്ലാ കാലത്തും ഫിത്ന ഉണ്ടാവുമല്ലോ, ഫിത്നയുടെ കാലമാണ്. കാലം ഇങ്ങനെ പിന്നോട്ട് വരുമ്പോൾ ഫിത്നയുടെ കട്ടി കൂടി വരുന്നുള്ളൂ. ഫിത്ന എന്നുമുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നിങ്ങൾ ഫിത്നയെക്കുറിച്ച് വല്ലതും കേട്ടിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു. റസൂലുള്ളാഹിയുടെ എല്ലാ സിർറും അറിയുന്ന ആളാ മൂപ്പര്. ഫിത്നയെക്കുറിച്ച് നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ എന്ന് തങ്ങളിൽ നിന്ന്? അവർ പറഞ്ഞു, അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു മനുഷ്യനെ അവന്റെ സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകുന്ന ഭാര്യയ്ക്കും അവർക്കിടയിൽ, അവന്റെയും മക്കളുടെയിടയിൽ, അവന്റെയും കുടുംബത്തിന്റെ ഇടയിൽ ഈ ഫിത്നയാണ് മൂപ്പര് പറഞ്ഞത്. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ചോദിച്ച ഫിത്ന അതല്ല. പിന്നെ ഏതാ? കടലിലെ തിരമാലകളെ പോലെ വരുന്ന ഫിത്ന. ഒരു ഫിത്ന കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത ഫിത്ന, അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത ഫിത്ന, ഒരു തിര വന്നാൽ അതിന്റെ തൊട്ടടുത്ത തിര, അത് വലിയ തിരയായി വരും, അതിനേക്കാൾ അപ്പുറമുള്ള തിര പിന്നെ വരും. ഇങ്ങനത്തെ ഫിത്നകൾ, ഈ ഫിത്നയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആ ഫിത്ന ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എല്ലാ കാലത്തും ഫിത്നയാണ്. അപ്പൊ ആ കാലത്തും ഒരു ഫിത്ന ഉണ്ടായി. അതെന്തായിരുന്നു? ഇസ്ലാമിന്റെ അന്നത്തെ ബിദഈ കക്ഷികളായിരുന്ന മുഅ്തസില വിഭാഗം ഉണ്ടാക്കിയ ഫിത്നയാണ്. ആ ഫിത്നയിൽ സ്വന്തം നാടിൽ നിൽക്കാൻ വരെ പറ്റാതെ വന്നപ്പോൾ സ്വന്തം നാടായ ജന്മനാടായ ബുഹാറയിൽ നിന്ന് അവിടുന്ന് ഒരു 100-300 കിലോമീറ്റർ അകലെയുള്ള സമർക്കന്ദിലേക്ക് ബഹുമാനപ്പെട്ടവർ മാറി താമസിച്ചു. ആ സമർക്കന്ദിലാണ് അവിടുന്ന് വഫാത്തായത്. അവിടെയാണ് അവരുടെ ഖബറുമുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ കൂടിയായ ഇമാം തിർമിദി സിഹാഉ സിത്തയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ജാമിഉ സഹീഹ് തിർമിദി. ആ തിർമിദി ഇമാമിന്റെ മഖാമ് നിലകൊള്ളുന്നത് തിർമിദ് എന്ന് പറയുന്ന വിശാലമായ രാജ്യത്തിന്റെ ടൗണിന്റെ ഒരു 10-30 കിലോമീറ്റർ ഇപ്പുറം ബൂഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതേ സമർക്കന്ദിലെ ടൗണിൽ മറ്റ് സമർക്കന്ദിൽ എന്താണ് തിർമിദ്, ആ രാജ്യം, ഇതൊക്കെ ഉസ്ബെക്കിസ്ഥാനിന്റെ പഴയ പട്ടണങ്ങളാണ്. അവിടെയുള്ള ആ ടൗണിൽ തന്നെ നിലകൊള്ളുന്നു മഹാനായ ഹക്കീം തിർമിദി റളിയല്ലാഹു അൻഹു മക്ക. ആ ഉസ്ബെക്കിസ്ഥാനിന്റെ തലസ്ഥാനമായ താഷ്കന്റ്, അവിടെയാണ് മഹാനായ അൽ ഖഫാലുൽ കബീർ അൽ ഖഫാലു സാഫി എന്ന് പറയുന്ന മഹാനായ ഇമാം സാഫി റളിയല്ലാഹു അൻഹു സ്വഹാബിന്റെ പ്രധാനപ്പെട്ട ആളാണ്. ഇതൊക്കെ ഏത് കാലക്കാരാ? ഇമാം ബുഖാരി 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ആളാണ്. 2-ാം നൂറ്റാണ്ടിൽ അവസാനം ജനിച്ചു, 194 ജനിച്ചു, 256 വഫാത്തായി ഹിജ്റ. തിർമിദി ഇമാം അതേപോലെ തന്നെ അവിടുത്തെ ആ കാലം തന്നെ. ഹക്കീം തിർമിദിയും ഏകദേശം ആ കാലം തന്നെ. ബഹുമാനപ്പെട്ട ഖഫാലുൽ കബീറോ അവിടുന്ന് 2 നൂറ്റാണ്ടും കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ട് 5-ലും കൂടെയായി ജീവിച്ച ആളാണ്. അപ്പൊ എത്ര വലിയ പണ്ഡിതന്മാരുള്ളൊരു രാജ്യം. പിന്നെ നമ്മുടെ വിശ്വാസപരമായുള്ള ഇമാമുകളിൽ 2 ഇമാമുകളിൽ ഒരാള് ഇമാം അബുൽ ഹസൻ അൽ അശ്ശരി, നമുക്ക് അശ്ശരി മദ്ഹബുകാരാണ്. രണ്ടാമത്തെ ആള് അബൂ മൻസൂർ മാതുരിദി. മഹാനവറുകൾ നിലകൊള്ളുന്നത് സമർക്കന്ദിലാണ്. ഇങ്ങനെ അവിടെ പലയിടങ്ങളിലായി വലിയ 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 മഹാന്മാർ നിലകൊള്ളുന്ന ഒരു രാജ്യം. നഖ്ശബന്ദി തരീഖത്തിന്റെ ഇമാമായ ഇമാം നഖ്ശബന്ദി മഹാനവറുകൾ നിലകൊള്ളുന്നതും ആ രാജ്യത്താണ്. ഞാൻ പറയുന്നത് അത്രയും പണ്ടുകാലം മുതൽക്ക് തന്നെ ദീനിയായി വളരെ സമ്പന്നമായ രാജ്യം. 1917 മുതൽ അവിടെ മദ്രസകളും ദർസുകളും സംവിധാനങ്ങളും ഒക്കെ നിരോധിക്കപ്പെട്ടു. കമ്മ്യൂണിസം അവിടെ പിടികൂടി. അങ്ങനെ 1991 വരെ അതാണ് നിലനിന്നു പോകുന്നത്. അതുകൊണ്ട് പള്ളിയില്ല, മദ്രസയില്ല, ജുമുഅയില്ല, ഖുത്ബയില്ല, പെരുന്നാൾ നിസ്കാരമില്ല, ബാങ്കില്ല, ഒരു സംഗതിയില്ല. ഇത്രയും കാലം നിലനിന്നു പോകുന്നു. ഇവർ ഭരണമേറ്റെടുത്ത് ഇതൊക്കെ നിലവിൽ വരുത്തിയപ്പോ അന്നത്തെ ആലിമീങ്ങൾ ശബ്ദിച്ച ആലിമീങ്ങളെ മുഴുവൻ അവർ കൊന്നുകളഞ്ഞു. എന്നാൽ ശബ്ദിക്കാതെ ഒതുങ്ങിക്കൂടിയ ആളുകളുണ്ടായിരുന്നു. അവരെ ഓരോരുത്തരും അവരുടെ ദീനേറ്റ് ഒതുങ്ങിക്കൂടി. അവരെ മുഴുവൻ നോക്കിപ്പിടിച്ച് വളരെ അങ്ങേയറ്റം തണുപ്പേറിയ ശൈത്യമേറിയ ജീവിക്കാൻ കഴിയാത്ത രാജ്യത്തേക്ക് നാടുകടത്തി. അവരവിടെ ആ മഞ്ഞിൽ പെട്ട് അവർ മരിച്ചുപോയി. പിന്നെ ഇവിടെ ഒന്നുമില്ല. പക്ഷേ പള്ളിയും മദ്രസയൊന്നും പൊളിച്ചിട്ടില്ല. അത് മുഴുവൻ ഷോപ്പിംഗ് സെന്ററുകൾ, അതുപോലുള്ള സൂക്കുകൾ, ഇങ്ങനെ പലതും ആക്കി മാറ്റി. ഒരുപാട് മദ്രസ നമ്മൾ പോയി കണ്ടു. അവിടെയൊക്കെ അതിന്റെ ഉള്ളിൽ വിശാലമായ സൂക്കുകളാണ്. കാരണം നമ്മളെ നാട്ടിലെ ചെറിയ ഒരു പള്ളിയല്ല. എത്രയാണ് ഓരോ പള്ളിന്റെ വലിപ്പങ്ങള്. അത്രയും വിശാലമായ പള്ളി ഉണ്ടാക്കിയത് 700 വർഷങ്ങൾക്ക് മുമ്പ് സുൽത്താൻ അമീർ തൈമൂർ എന്ന് പറയുന്ന മഹാനാണ്. നമ്മുടെ രാജ്യത്ത് മുഗൾ ചക്രവർത്തിമാർ വന്ന് ഭരിച്ചത്. ആ മുഗൾ ചക്രവർത്തിമാരുടെ നേതാക്കളിൽപ്പെട്ട ഒരാളാണ് അമീർ തൈമൂർ. അദ്ദേഹത്തിന്റെ കാലക്കാരനാണ് ബാബർ ചക്രവർത്തി. ആ ബാബറെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചതും ഇന്ത്യ ബാബർ ചക്രവർത്തിയുടെ അധീനത്തിൽപ്പെട്ടതൊക്കെ ആ കാലത്താണ്. ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ മുഗൾ ചക്രവർത്തിമാർ നമ്മുടെ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ അവരുണ്ടാക്കി വെച്ച ശില്പങ്ങളാണ് ഇന്ന് ലോകത്ത് കാഴ്ചവസ്തുവായി കാണാൻ വരുന്നെങ്കിൽ അതേപോലെ അവിടെയുള്ള കാഴ്ചവസ്തുക്കൾ ഇതൊക്കെയാണ്. യൂറോപ്യൻസ് അവിടെ വരുന്നു. പക്ഷെ അവിടെയും ഇവിടെയുള്ള വ്യത്യാസം, ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ, ശിആറുകൾ ഒന്നും പാടില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല.
അതിനും കാരണം ഉലമാ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഉലമാവിന് സംഘടനയുണ്ട്. നമ്മുടെ ഉലമാവിന് ഇന്നും അതാണുള്ള പണികൾ. അതെന്താ? നമുക്കെതിരിൽ വരുന്ന ഇങ്ങനത്തെ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് അതിന് വേണ്ടതുപോലെ വേണ്ട രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാം. ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ മാന്യത പുലർത്തിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത് പറയാനും കിട്ടേണ്ടുന്ന അവകാശങ്ങൾ കിട്ടാനും വേണ്ടിയുള്ള യത്നം, ഇതാണ് നമ്മുടെ പ്രവർത്തനം. കുറെ ആളുകൾ ഒരുമിച്ച് കൂട്ടി ചീത്ത പറയാം, അത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് ആർക്കും ഒന്നും നേടാൻ കിട്ടുന്നില്ല. ആലിമ്യങ്ങളെ ചീത്ത പറഞ്ഞു, കുറെ ആളുകളെ ചീത്ത പറഞ്ഞു, കുറെ ആളുകൾ മേലിൽ അപരാധങ്ങൾ കെട്ടിവെച്ചു. ആർക്ക് എന്ത് നഫ്ആണ് ഉണ്ടാവുന്നത്? അതുകൊണ്ടാണ് നമ്മളെ കുട്ടികളോട് പറയാറുള്ളത്, അതിനൊന്നും നമ്മൾ മറുപടി പറയാൻ പോണ്ട. നാം അതിന്റെ മറുപടി പറയുന്നവരല്ല. പിന്നെയോ നമ്മുടെ മറുപടി നല്ല പ്രവർത്തനങ്ങളാണ്. അത് രണ്ടും വിലയിരുത്തുന്ന മനുഷ്യന്മാരിവിടെ ഉണ്ട്. ഒരു കൂട്ടർ വന്ന് ചീത്ത പറഞ്ഞുപോയി, വേറെ കൂട്ടർ വന്ന് വയല് പറഞ്ഞുപോയി. ഇത് രണ്ടിന്റെ ഇടയിൽ രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നാം എപ്പോഴും ആര് എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ അതിന് മറുപടിയാകും. അത് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കണം മറുപടി. എന്നല്ലാതെ നാം ചീത്ത പറയുക, അത് നമ്മുടെ പരിപാടിയല്ല, അത് ഉണ്ടാകാൻ പാടുമില്ല എന്ന് ഞാൻ ഇവിടെ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അത്രയും ഇസ്ലാമിന്റെ ഇറ്റില്ലമായ സ്ഥലം ഇന്ന് ഒന്നുമല്ലാതെയായി മാറിയിരിക്കുന്നു. ഇപ്പൊ 4 പള്ളികളാണ് ഈ വിശാലമായ ഇന്ത്യയുടെ പകുതി വരുന്ന ഉസ്ബെക്കിസ്ഥാനിൽ അവിടേക്ക് എത്തിയിട്ടില്ല. എന്താ കാരണം? അവിടെ കമ്മ്യൂണിസം നിലകൊള്ളുന്ന കാലത്ത് ഭരിച്ച അയാൾ തന്നെയാണ് ഇപ്പൊ ഇസ്ലാം ആയതിനു ശേഷം ഭരിക്കുന്നത്. കാരണം ഭരണകർത്താക്കൾ എപ്പോഴും ഭരണാവശ്യം. അന്ന് കമ്മ്യൂണിസത്തെ കൂടെ നിന്നെങ്കിലേക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നിന്നയാള് ഇപ്പോ സ്വതന്ത്രമായി വന്നപ്പോ രാജ്യത്തുള്ള ജനങ്ങളോ 99.4% സുന്നികളാണ്, മുസ്ലിങ്ങളാണ്. ഒക്കെ സുന്നികളാണ്. സുന്നിയല്ലാത്ത ഒന്നും അവർക്ക് അറിയുന്നില്ല. അത്രയുള്ള സുന്നികൾ മാത്രമുള്ള ഹിന്ദുക്കൾ അവിടെ നന്നേ കുറവ്. ഹിന്ദുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം. കുറച്ച് ജൂതന്മാരോ, എണ്ണാവുന്ന ജൂതന്മാരും കുറച്ച് ക്രിസ്ത്യാനികളും ഇതവിടെ ഉള്ളത്. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ഈ ഇസ്ലാമിക രാജ്യം ഒന്നും അറിഞ്ഞുകൂടാത്ത ജനങ്ങൾ ഫാത്തിഹ പോലും അറിയില്ല. അപ്പൊ ഒരു പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇമാമുമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. കുറഞ്ഞ ആളുകളെ നിസ്കരിക്കാനുള്ളൂ. വിശാലമായ പള്ളി. ആ പള്ളിയുടെ ഒരു സ്വപ്പ് തയ്യാൻ ആളില്ല ജമാഅത്തിന്. ജുമാഅത്തിന്റെ സ്ത്രീ അല്ലാഹു അലം. അപ്പൊ അയാളോട് നിങ്ങൾ എത്ര പഠിച്ചു, എവിടെ വരെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഖുർആൻ ലേശമൊക്കെ പഠിച്ചിട്ടുണ്ട്. പള്ളിയിലെ ഇമാം പറയുന്നത്, ഖുർആൻ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിരിക്കുന്നു. അപ്പൊ ഖുർആൻ മുഴുവൻ പഠിച്ചില്ലേ? ഇല്ല, മുഴുവൻ പഠിച്ചില്ല. ഫാത്തിഹ ഒക്കെ എനിക്ക് കിട്ടുന്നു. പള്ളിയിലെ ഇമാം പറഞ്ഞു, ഫാത്തിഹ എനിക്ക് കിട്ടുന്നു. അപ്പൊ സാധാരണക്കാരെ ഒൽക്ക് ഫാത്തിഹ അറിയില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് കേട്ടും പറയും. വഅലൈക്കും അസ്സലാം എന്ന് പറയാൻ അവർക്കറിയില്ല. പള്ളിയില്ല, മദ്രസയില്ല, ഒന്നുമില്ല. എല്ലാം ഉണ്ടായിരുന്ന രാജ്യം. നമ്മുടെ മദ്രസയോ പള്ളിയോ ഒന്നും അവിടുത്തെ പള്ളിയും മദ്രസയും കണ്ടാ ഒന്നുമല്ല. ഒരു പള്ളിയുടെയൊക്കെ വിശാലത എത്രയാണ്! ആ കാലഘട്ടങ്ങളിൽ ഈ സുൽത്താൻമാർ അതിനുവേണ്ടി ഒഴിച്ചു വെച്ച സ്ഥലം എത്രയാണ്! ഇമാം ബുഖാരി തങ്ങളുടെ മക്കാമിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ മമ്പർത്ത് കടന്നു ചെല്ലും പോലെ അല്ല. മമ്പർത്ത് തങ്ങൾ വലിയ മഹാനാണ്, പക്ഷേ കുറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടുത്തെ മക്കാം നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് ഈ മക്കാം നിൽക്കുന്ന സ്ഥലം എന്റെ വീട്ടിനടുത്തൊരു 10 ഏക്കർ സ്ഥലം ഉണ്ടാവും. ആ മക്കാമിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒന്നാമത്തെ ഒരു ഗേറ്റ്, ആ ഗേറ്റ് മുതൽക്ക് അതുവരെയുള്ള നീണ്ട റോഡ്, പിന്നെ രണ്ടാമത്തെ ഒരു ഗേറ്റ്. ആ ഗേറ്റ് കടന്നിട്ട് പിന്നെയും കുറച്ചാണ് പോകുമ്പോഴേ മക്കാമിന്റെ അടുത്ത് എത്തുള്ളൂ. അതിന്റെ നടുവിലാണ് മക്കാം. ഈ ഒന്നാം ഗേറ്റ് മുതൽക്ക് തന്നെ ചുറ്റുകെട്ടാണ്. എത്രയാണ് ആ കെട്ട്? ആ കെട്ട് ഉൾഭാഗത്ത് ഇങ്ങനെ താമസിക്കാൻ പറ്റും വിധത്തിലുള്ള മേൽപ്പരിയല്ലുള്ളതാണ്. പഴയ കാലത്തുള്ള കെട്ടുകൾ. യാതൊരു പരിവർത്തനവും ഇന്നും ചെയ്തിട്ടില്ല. അതിന്റെ തൂണുകളെല്ലാം ഇത്ര വണ്ണമുള്ള മരത്തിന്റെ തൂണുകൾ. പക്ഷേ അതെല്ലാം ഒരു 100 കൊല്ലത്തോളം കാലം വെറുതെ അടഞ്ഞു കിടന്നു. ഇപ്പോ തുറന്നു നോക്കുമ്പോ ഒരുപാട് പള്ളി, ഷോപ്പിംഗ് സെന്ററുകളാണ്. ഇമാം ബുഖാരിയുടെ അവിടുത്തെ പള്ളി ഇപ്പൊ അവർ ഇമാറത്താക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, നിസ്കാരം തുടങ്ങിയിട്ടില്ല എന്നാ പറഞ്ഞത്. റമദാനിൽ നിസ്കാരം തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നു, പണി ആയില്ല. അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കാം. 4 പള്ളികൾ തുറന്നു, 20 മദ്രസയും ഒട്ടാകെ രാഷ്ട്രത്തിൽ ഇപ്പൊ തുറന്നത്.
ബാക്കിയുള്ളതൊക്കെ കത്തിയിൽ കിടക്കുക. എന്തേ കാരണം? ശബ്ദിച്ചിരുന്ന ആലിമീങ്ങളെ മുഴുവൻ കൊന്നുകളഞ്ഞു. ശബ്ദിക്കാതെ ഒഴിഞ്ഞു നിന്ന് സ്വന്തം നഫ്സിന്റെ അമലേറ്റ് കൂടിയവരെ അവർ കൊണ്ടുപോയി നാട് കടത്തി. പിന്നെ ഒന്നും അറിയാത്ത ജനങ്ങൾ അവിടെ ബാക്കി നിന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തും വരാൻ പോകുന്നത് എന്നാ ഞാൻ ഉണർത്തുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ദീനിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കണം. നമ്മുടെ ദർസുകൾ, നാട്ടിലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. എത്ര സ്ഥലത്ത് ദർസില്ലാണ്ടായി? എവിടെയാണ് ദർസുകൾ നടക്കുന്നത്? എന്തേ കാരണം? രാഷ്ട്രീയമായ പിടിവഴി അല്ലാതെ വേറൊന്നുമല്ല. ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഇതല്ല ചോദിക്കുന്ന കാര്യം. അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് മറുപടി നമുക്ക് അറിഞ്ഞിരിക്കണമെങ്കിൽ നാം പഠിച്ചിരിക്കണം. പഠിക്കാനുള്ള അവസരങ്ങൾ തന്നെ നിഷേധിക്കപ്പെടുകയാണ്. പള്ളികളും മദ്രസകളും തച്ചുപൊളിക്കപ്പെടുന്നു. പള്ളികളും മദ്രസകളും അടച്ചുപൂട്ടപ്പെടുന്നു. ഫിത്തന, എന്നും ഫിത്തന. ഞാനിപ്പോ സുന്നത്ത് ജമാഅത്ത് പോയി, അത് വേറൊരു ഫിത്തന അല്ലേ? ഞാൻ പറയുന്നത് അതിന് മറുപടി പറയില്ല. അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവറുകളും മഹാനായ കാന്തപുരം ഉസ്താദ് സുൽത്താനുൽ ഉലമ എന്നവർക്ക് കൊടുത്ത പേര് അത് അനുയോജ്യമായ, കാലത്തിന് അനുയോജ്യമായ പേരാണ്. ഇന്ന് ഉലമാവിന്റെ സുൽത്താനായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെയാണ്, ഒരു സംശയമില്ല. ആ മഹാനവറുകളും നിലകൊള്ളുന്ന ആ സമസ്തയിൽ അൽമിയത്തുൽമയുടെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. അതിൽ തന്നെ നിന്നുകൊണ്ട് അവസാനം വരെ നിന്ന് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. ഹക്ക് കഴിച്ചാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ലലാലത്തായാലും യാതൊരു സംശയമില്ല. ഹക്ക് ഒന്നേ ഉള്ളൂ. ആ ഹക്കിന്റെ കൂടെ എല്ലാവരും നിൽക്കണമെന്നും ആരും വേറെ ആരെയും പഴിക്കണ്ട, ചീത്ത പറയണ്ട, ഒന്നും പറയണ്ട. നമ്മൾ നമ്മുടെ വഴിക്ക് നന്നായി പോവുക. ഏത് ശത്രുക്കൾക്കും അല്ലാഹു ഹിദായത്ത് കൊടുത്താൽ ഹിദായത്തിൽ എത്തുമല്ലോ. അപ്പൊ അതിനു വേണ്ടി ദ്വാരക്കുക. അറിഞ്ഞുകൂടാത്ത പാവം ജനങ്ങളാണ്. അവരെയാണ് അറിവുള്ളവർ എന്ന് പറയുന്നവർ തന്നെ വഴി തെറ്റിക്കുന്നത്. അതുകൊണ്ട് അവരെങ്കിലും അല്ലാഹു സലാമത്താക്കട്ടെ എന്ന് നമ്മൾ ദ്വാരക്കുക. അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവർ ശർറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ എന്നും ദുആ ചെയ്യുക. ഇതാണ് എപ്പോഴും നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സംവിധാനം ഇവിടെ ഇനിയും ഉയർത്തി വരണം. അതിന് നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. എല്ലാ നിലക്കും സഹകരിക്കണം. ഇതിനുവേണ്ടി നേരത്തെ ഇവിടെ പ്രവർത്തിച്ച പലരുണ്ട്. ബഹുമാനപ്പെട്ട CPയുടെ പേരിൽ തന്നെയാണ് ഈ നിലപ്പ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. അല്ലാഹു അദ്ദേഹം അടക്കമുള്ള എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവ് ആഖിറത്തിൽ കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ദുനിയാവിലും ആഖിറത്തിലും ഇതിനോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുണം അല്ലാഹു ചെയ്തു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങൾക്ക് ദുആർക്കണമെന്ന വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.